നമസ്കാരം, ഗുഡ് ഈവനിങ്. ടൺ കണക്കിന് ലവ് ആൻഡ് ടൺ കണക്കിന് റൊമാൻസ്. ക്ലബ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സിന്റെ സമയം. എൻ്റെ റീനുവിൻ്റെ കൂടെ നനഞ്ഞ പകലുകളും തണുത്ത സന്ധ്യകളും മഞ്ഞു വീണ രാത്രികളും എൻ്റെ മനസ്സിലേക്ക് ഒരു മഴ പോലെ നിന്റെ ഓർമ്മകളെ പെയ്തിറക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രണയിക്കാത്തവരായിട്ട് നമ്മൾ എത്ര പേര് കാണും? ഒരു വൺ സൈഡഡ് അഫെയർ എങ്കിലും നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ലേ? എല്ലാ വെള്ളിയാഴ്ചയുണ്ടല്ലോ ലവ് ബൈറ്റ്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രണയ കഥ ഷെയർ ചെയ്യാം. ഇന്നങ്ങനെ ആരാ റീനുവിൻ്റെ അടുത്ത് വന്നേക്കുന്നതെന്ന് അറിയോ? അറിയണ്ടേ? അതിനായിട്ടേ എൻ്റെ കൂടെ ആയിരിക്കണം 12 മണി വരെ. ആൻഡ് കീപ് ലിസണിംഗ് ടു ലവ് ബൈറ്റ്സ്, ബിക്കോസ് ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. മനോഹരമായ പ്രണയഗാനങ്ങൾ നിറഞ്ഞ ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കൂടെ ഇന്ന് ലവ് ബൈറ്റ്സിലേക്ക് ഒരു ചിന്ന സെലിബ്രിറ്റിയും കൂടി വന്നിട്ടുണ്ടെന്ന്. ലാസ്റ്റ് ബെഞ്ച് എന്ന മൂവിയിലെ ഒരു നായകനാ മുസ്തഫ. മുസ്തഫയ്ക്ക് പ്രണയം എന്ന് വെച്ചാൽ എന്താ? ഞാൻ അങ്ങനെ സീരിയസ് ആയിട്ട് അനുഭവിച്ചിട്ടൊന്നുമില്ല പ്രണയം. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പോലും ആരോടും പ്രണയം തോന്നിയിട്ടില്ലേ? ഞാൻ സ്കൂൾ കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് സ്കൂളിലെ പിള്ളേർക്ക് നാടകം ചെയ്തു കൊടുക്കാൻ പോയപ്പോ പറയൂ, കേക്കട്ടെ. അവിടുത്തെ സ്കൂളിലുണ്ടായിരുന്ന ഒപ്പന ഗ്രൂപ്പിലൊരു മുഞ്ചത്തി എനിക്കിഷ്ടമാണ് എന്ന് ഞാൻ പറഞ്ഞു. അത് പതുക്കെ പതുക്കെ അങ്ങ് വളർന്നു. എത്രത്തോളം വളർന്നു? എനിക്ക് നേരിട്ട് പറയാനൊന്നും അറിയില്ല സത്യത്തിൽ. എങ്ങനെയാണ് പ്രണയിക്കാൻ, എൻ്റെ സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കണം ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കത്തുകളിലൂടെ നമ്മൾ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. നിക്കട്ടെ, ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. പക്ഷെ ഫേസ്ബുക്കിലാണ് അത് ചോദിക്കുക. ക്ലബ് എഫ്എം കോൺടെസ്റ്റ് പേജിൽ നേരിട്ട് പ്രണയം പറയാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? എഴുതി അറിയിക്കോ അതോ ഒരു മീഡിയേറ്ററെ നിയോഗിക്കോ? നിങ്ങളാണെങ്കിൽ എന്താ ചെയ്യുക? ഒന്ന് പറയോ. പിന്നെ ക്ലബ് എഫ്എമ്മിലെ മനോഹരമായ ഈ ഗാനങ്ങളുടെ സമയത്ത് ആലോചിച്ച് പറഞ്ഞാൽ മതി. ഞാൻ കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ്, ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. This is Kerala's #1 FM, Club FM. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു മുസ്തഫയ്ക്കൊപ്പം ലവ് ബൈറ്റ്സ്. കൂടെ ഞാനും ഉണ്ട്, റീനു. നേരത്തെ പറഞ്ഞു പ്രണയം നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കത്തുകൾ കൈമാറിയെന്ന്. അങ്ങനെ എത്ര കത്ത് കൈമാറിയിട്ടുണ്ട്? ശരിക്കും ഞാൻ എഴുതിയതിന്റെ കണക്ക് എനിക്ക് കിട്ടിയത് അവൾ തന്ന മറുപടി ഞാൻ സൂക്ഷിച്ച് വെച്ചപ്പോഴാണ്. അതൊരു 40-45 മുകളിൽ അങ്ങനെ പോയിരുന്നു. 45 കത്തോ ഉണ്ടായിരുന്നു? എത്ര കാലം കൊണ്ടാ? അതൊരു 2 വർഷം, 2.5 വർഷം. പലരോടും ചോദിക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ ലെറ്റേഴ്സ് കൊടുക്കുന്ന ടെൻഷനല്ലേ? അയാൾക്ക് തന്നെ കിട്ടിയില്ലെങ്കിലോ? അല്ല, അത് നേരിട്ടായിരുന്നു മിക്കവാറും കൊടുത്തിരുന്നത്. എന്നാ പിന്നെ നേരെ പറയാനുള്ള ധൈര്യം ആ ധൈര്യമില്ലായിരുന്നു. നമ്മൾ സാധാരണ സംസാരിക്കുന്ന ഭാഷയിൽ തന്നെയായിരുന്നു കത്തെഴുതുന്നത്. സാഹിത്യമൊന്നും കുത്തി നിറച്ചിട്ടില്ലായിരുന്നു. എന്നിട്ട് ഈ മുഞ്ചത്തെ കുട്ടി ഇപ്പൊ എവിടെയാ? അവളുടെ കല്യാണം തീരുമാനിച്ചതിന് ശേഷം ഞാൻ പിന്നെ കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ അതിനെ കുറിച്ച് ഞാനിനി ചോദിക്കുന്നില്ല. പക്ഷേ എന്റെ ചോദ്യങ്ങൾ കഴിഞ്ഞിട്ടില്ല. കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് എഫ്എമ്മിൽ ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് മുസ്തഫ. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്, ടൺ കണക്കിന് റൊമാൻസ്. മനോഹരമായ പ്രണയ ഗാനങ്ങളും പ്രണയ സന്ദേശങ്ങളും നിറഞ്ഞ ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സ്. ലവ് ബൈറ്റ്സിൽ നിങ്ങളുടെ കൂടെ ഉണ്ട് റീനു ആൻഡ് മുസ്തഫ. നേരത്തെ ഒരു പ്രണയം നഷ്ടപ്പെട്ടതിനെ കുറിച്ച് പറഞ്ഞു. അത് നഷ്ടപ്പെടാൻ ഭാഗത്തിന് നിങ്ങൾക്കിടയിൽ എന്താ സംഭവിച്ചേ? അല്ല, ഞാൻ ആ സമയത്ത് കുറച്ചു കാലം ഗൾഫിലായിരുന്നു. ആ സമയത്ത് പോയി. പിന്നെ തിരിച്ചു വന്നപ്പോൾ പറഞ്ഞ ഒരു വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു, ആരടുത്തോ പറഞ്ഞു എന്നൊക്കെ പറയണത് കേട്ടു. അല്ലാണ്ട് പിന്നെ ഒരു ആള് സന്തോഷമായിട്ട് ഒരു ലൈഫ് ആസ്വദിക്കുമ്പോൾ പിന്നെ നമ്മൾ വെറുതെ എന്തിനു? അവിടേക്ക് പോകുന്നവരെ നിങ്ങൾ നല്ല പ്രണയത്തിലായിരുന്നു? ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പം കത്ത് കൈമാറുണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ ഒരു മാസത്തിലൊന്നോ അങ്ങനെയൊക്കെ ആയിരുന്നു. അത്രയും ഗ്യാപ്പിലായിരുന്നു. അതിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു പറയാ ഗ്യാപ്പ് ഭയങ്കരമായിട്ട് അതിലൊരു ആഴം മനസ്സിലാക്കുന്നത് ഈ കത്ത് വായിക്കുന്ന സമയത്തായിരുന്നു. തിരിച്ചെത്തിയപ്പോഴാണോ അറിയുന്നത് ഈ കുട്ടിയുടെ കല്യാണം ഫിക്സ് ചെയ്തു? അതെ. അയ്യോ, ആ സമയത്ത് എന്താ തോന്നിയേ? എന്താ പറയാ, ഞാൻ പിന്നെ അങ്ങനെ ഈ സാധാരണ കമിതാക്കള് ചുറ്റിക്കറങ്ങുന്ന പോലെ അങ്ങനത്തെ ഒരു കറക്കൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ വിഷമം ഞാനായിട്ട് ഒതുക്കി നിർത്തി. പിന്നെ മുസ്തഫ, അങ്ങനൊരു സിറ്റുവേഷൻ മനസ്സിലാവണമെങ്കിൽ അതിൽ കൂടെ തന്നെ കടന്നു പോകണം. ആ ഒരു വിഷമം നമുക്ക് ആർക്കും വരാതിരിക്കട്ടെ. കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് എഫ്എമ്മിൽ ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് മുസ്തഫ. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്, ടൺ കണക്കിന് റൊമാൻസ്.